ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. 4th സ്റ്റാൻഡേർഡ് മലയാളം ക്ലാസ് ആയിരുന്നു. അപ്പം നമ്മൾ ബീർബൽ കഥകൾ എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ? റോജാ കഥകൾ, ഹോജ കഥകൾ, ബീർബൽ കഥകൾ, തെന്നാലി രാമൻ കഥകൾ, ഇതൊക്കെ പ്രസിദ്ധമായ ഒരു കൂട്ടം കഥകളാണ്. അതിൽ ബീർബലിൻ്റെ ഒരു കഥയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അക്ബർ ചക്രവർത്തിയുടെ സദസ്സിലുള്ള ആളാണ് ആര്? ബീർബൽ. അപ്പം നമുക്ക് എന്താണ് കഥ എന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് എഴുതാം. ഓക്കെ? ആര് പഠിപ്പിക്കും? എന്താ നമ്മുടെ കഥയുടെ പേര്? ആര് പഠിപ്പിക്കും? ഏതാനും പണ്ഡിതർ എന്തോ കാര്യമായി ചർച്ച ചെയ്യുന്നത് ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു അക്ബർ ചക്രവർത്തി. ബീർബലിനോടായി ചക്രവർത്തി പറഞ്ഞു, ബീർബൽ, എനിക്ക് വേണ്ടത്ര പാണ്ഡിത്യമില്ല. എനിക്കറിഞ്ഞുകൂടാത്തതായി ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് എല്ലാം പഠിക്കണം. നാളെ മുതൽ പഠനം തുടങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. അടുത്ത പ്രഭാതത്തിൽ ദർബാർ ഹാളിലെത്തിയ ചക്രവർത്തി ആ കാഴ്ച കണ്ട് അമ്പരന്നു പോയി. എല്ലാത്തരം ആൾക്കാരെയും കൊണ്ട് ഹാൾ നിറഞ്ഞിരിക്കുന്നു. അവിടെ കുട്ടികളും വൃദ്ധരുമുണ്ട്, വീട്ടമ്മമാരും അലക്കുകാരികളുമുണ്ട്, കൃഷിക്കാരുണ്ട്, ആക്രിക്കാരുണ്ട്, കാലി മേയ്ക്കുന്നവരുണ്ട്, കച്ചവടക്കാരുണ്ട്, ഖുമസ്തന്മാരുണ്ട്, ആധാരമെഴുത്തുകാരുണ്ട്, സാധാരണക്കാരുണ്ട്, സന്യാസിമാരുണ്ട്, കൂടാതെ മറ്റനേകം പേർ വേറെയുമുണ്ട്. എന്താണിതിൻ്റെയൊക്കെ അർത്ഥം? ചക്രവർത്തി ഗർജിച്ചു. ഞാൻ താങ്കളോട് പറഞ്ഞത് എന്നെ പഠിപ്പിക്കാനുള്ള ആളെ കൊണ്ടുവരാനാണ്. അതിനു രാജ്യത്തെ പകുതിയോളം ജനങ്ങളെ കൊണ്ട് നിങ്ങൾ കൊട്ടാരം നിറച്ചിരിക്കുന്നു. എന്തിനാണിത്? ചക്രവർത്തി, ക്ഷമിച്ചാലും ഞാൻ അങ്ങയുടെ ഉത്തരവ് പാലിക്കുക മാത്രമാണ് ചെയ്തത്, ബീർബൽ പറഞ്ഞു. തുടർന്ന് ചോദിച്ചു, മണിക്കൂറുകളോളം മണ്ണിൽ കളിച്ചു രസിക്കാൻ അങ്ങയ്ക്കറിയാമോ? ഇല്ല. അതും ഇതുമായി എന്തു ബന്ധം? ചക്രവർത്തി കോപത്തോടെ ചോദിച്ചു. തുച്ഛമായ വരുമാനത്തിൽ ഒരു വീട് നടത്തിക്കൊണ്ടു പോകാൻ അങ്ങേക്കറിയാമോ? അതുമല്ലെങ്കിൽ വസ്ത്രങ്ങളിലെ കറ കളയാൻ? തീർച്ചയായും ഇല്ല, അക്ബർ പറഞ്ഞു. ഓരോ വിളയും എപ്പോഴാണ് നടേണ്ടതെന്നും നനയ്ക്കേണ്ടതെന്നും അങ്ങേക്കറിയാമോ? പാഴ്വസ്തുക്കളിൽ നിന്ന് പ്രയോജനമുള്ളത് തിരഞ്ഞെടുക്കാൻ അങ്ങേക്കറിയാമോ? പച്ച പുൽമേടുകൾ എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ ഉൽപ്പന്നങ്ങൾ എവിടെയാണ് നല്ല വിലയ്ക്ക് വിൽക്കാനാവുക എന്നറിയാമോ? അതുമല്ലെങ്കിൽ കൈയെഴുത്തൊരു ചിത്രം പോലെ മനോഹരമാക്കുന്നത് എങ്ങനെയെന്ന്? ഇല്ല ഇല്ല ഇല്ല, 1000 വട്ടം ഇല്ല, കോപം കൊണ്ട് ചുവന്നു തൊടുത്ത ചക്രവർത്തി ആക്രോശിച്ചു. അപ്പോൾ തിരുമനസ്സേ, ബീർബൽ ശാന്തനായി പറഞ്ഞു, ഈ ഹാളിലുള്ള ഓരോരുത്തർക്കും അങ്ങയെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനുണ്ട്. ഓരോരുത്തർക്കും മറ്റുള്ളവർക്കാർക്കും അറിഞ്ഞുകൂടാ ചിലതറിയാം. ഓരോരുത്തർക്കും എന്തെങ്കിലും കഴിവുണ്ട്, കുറച്ച് അറിവുണ്ട്, ചില പ്രത്യേക വാസനകളുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അധ്യാപകരാകാനാകും. അതുപോലെ എല്ലാവർക്കും വിദ്യാർത്ഥികളാകാനും കഴിയും. ബീർബൽ അർത്ഥമാക്കിയത് എന്താണെന്ന് ഇപ്പോൾ ചക്രവർത്തിക്ക് മനസ്സിലായി. അദ്ദേഹം താടി തടവി ഒന്ന് ചിരിച്ചു. അപ്പോൾ താങ്കളും ഒരു വിദ്യാർത്ഥിയാണല്ലേ ബീർബൽ? ഞാൻ കരുതിയത് താങ്കളെ ആർക്കും ഒന്നും പഠിപ്പിക്കാനില്ല എന്നാണ്. മറിച്ചാണ് തിരുമനസ്സേ, ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ബീർബൽ പറഞ്ഞു. ആൾക്കൂട്ടത്തിനു നേരെ നടന്നു ചെന്ന് ബീർബൽ ഒരു വൃദ്ധയുടെ കൈ പിടിച്ചു. അദ്ദേഹം വൃദ്ധയെ ചക്രവർത്തിയുടെ അടുത്തേക്ക് നയിച്ചു. മഹാനായ ചക്രവർത്തി, ഇവർ എൻ്റെ ആദ്യകാല അധ്യാപകരിൽ ഏറ്റവും നല്ല അധ്യാപികയാണ്, വൃദ്ധ ചക്രവർത്തിയെ വന്ദിച്ചിട്ട് പറഞ്ഞു. അങ്ങുന്നേ, ബുദ്ധിമാൻ അറിയാം എല്ലാം പഠിക്കുക അസാധ്യമാണെന്ന്. എന്നാൽ ഒരു നല്ല മനുഷ്യനാകാൻ എല്ലാവർക്കും കഴിയും. അതെങ്ങനെയെന്ന് എല്ലാവരും പഠിക്കുകയും വേണം. വൃദ്ധയുടെ വാക്കുകളിലെ ലാളിത്യം കണ്ട് അക്ബർ ചക്രവർത്തി വിനയാന്വിതനായി. വൃദ്ധയെ തല കുമ്പിട്ട് വന്നിച്ച അക്ബർ ബീർബലിനോട് പറഞ്ഞു, ഇത്ര ബുദ്ധിമതിയായ ഒരു അധ്യാപികയെ ലഭിച്ച നിങ്ങൾ ഭാഗ്യവാനാണ്. ഇവർ ആരാണെന്ന് എന്നോട് പറയില്ലേ? ബീർബലിൻ്റെ മറുപടി ഇതായിരുന്നു. ഇവർ, ആ വൃദ്ധ ആരായിരുന്നു എന്നാണ് നിങ്ങൾ കരുതുന്നത്? അക്ബർ ചക്രവർത്തിയെ ആര് പഠിപ്പിക്കും? അപ്പോൾ ആ വൃദ്ധ ബാല്യകാലത്ത് ബീർബലിൻ്റെ അധ്യാപികയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാല്യകാലത്ത് മുതൽ നമ്മുടെ അധ്യാപികയായി നമ്മുടെ എല്ലാറ്റിലും കൂടെ നിൽക്കുന്ന ഒരൊറ്റ ആളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്, അല്ലേ? അത് ഒരു പക്ഷേ ബീർബലിൻ്റെ അമ്മയായിരിക്കാം. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് നിങ്ങളുടെ കമൻസ് അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്.
നിങ്ങൾക്ക് ആരാണ് അതെന്ന് തോന്നിയതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാം. കഥ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാകാം. അക്ബർ ചക്രവർത്തി ബീർബലിനോട് ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? അപ്പോൾ അക്ബർ ചക്രവർത്തി ബീർബലിനോട് എന്തായിരുന്നു ആവശ്യപ്പെട്ടത്? തനിക്ക് വേണ്ടത്ര പാണ്ഡിത്യമില്ല, എനിക്ക് അറിഞ്ഞുകൂടാത്തതായി ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്കെല്ലാം പഠിക്കണം, നാളെ മുതൽ പഠനം തുടങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക എന്നെല്ലാമാണ് അക്ബർ ചക്രവർത്തി ബീർബലിനോട് ആവശ്യപ്പെട്ടത്. ദർബാർ ഹാളിലെത്തിയ ചക്രവർത്തിയെ അമ്പരിപ്പിച്ച കാഴ്ചയെന്ത്? ദർബാറിൽ എല്ലാ തരത്തിലുള്ള ആളുകളെ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. അലക്കുകാരുടെയും കൃഷിക്കാരുടെയും വൃദ്ധരുടെയും അലക്കുകാരുണ്ട്, കൃഷിക്കാരുണ്ട്, വൃദ്ധരുണ്ട്, കുട്ടികളുണ്ട്. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ രക്ഷിതാക്കളൊന്ന് തിരുത്തി കൊടുക്കണം. അങ്ങനെ തുടങ്ങി ഒട്ടനവധി മേഖലയിലുള്ള ഒരുപാട് ആൾക്കാർ. തന്നെ പഠിപ്പിക്കാനുള്ള പണ്ഡിതനു പകരം നാട്ടിലെ ഒട്ടനവധി ജനങ്ങളെയും കൊണ്ടുവന്ന് ഹാള് നിറച്ചത് കണ്ട് ചക്രവർത്തി അമ്പരന്നു. അക്ബർ ചക്രവർത്തിയോട് ബീർബൽ ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചൂല്ലേ? എന്തൊക്കെയാ ചോദിച്ചത്? ഒരുപാട് നേരം മണ്ണിൽ കളിക്കാൻ അറിയാമോ? തുച്ഛമായ വരുമാനത്തിൽ വീട് നടത്തി കൊണ്ടുപോകാൻ കഴിയുമോ? ഓരോ വിളയും എപ്പോഴാണ് നടേണ്ടതെന്നും നനയ്ക്കേണ്ടതെന്നും മാത്രമല്ല പാഴ്വസ്തുക്കളിൽ നിന്നും പ്രയോജനപ്പെട്ടത് എങ്ങനെടുക്കാമെന്നും അങ്ങേക്കറിയാമോ? പച്ച പുൽമേടുകൾ എവിടെയാണെന്നും നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില ലഭിക്കുക എവിടെ നിന്നാണെന്നും അങ്ങേക്കറിയാമോ? അതുമല്ലെങ്കിൽ കൈയെഴുത്ത് ഒരു ചിത്രം പോലെ മനോഹരമാക്കാൻ അങ്ങേക്ക് സാധിക്കുമോ? തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങളാണ് ബീർബൽ ചക്രവർത്തിയോട് ചോദിച്ചത്. ഇനി നിങ്ങൾക്ക് ഈ കഥയിൽ പരിചയമില്ലാത്ത വാക്കുകളുണ്ടെങ്കിൽ ഗർജിക്കുക, ഉറക്കെ ചോദിക്കുന്നതിനാണ് ഗർജിക്കുക എന്ന് പറയുക. അട്ടഹസിക്കുക. വിനയം എന്ന് പറഞ്ഞാൽ ഭയങ്കര താഴ്മയോടെ എന്നുള്ളതിനാണ് അങ്ങനെ പറയുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത പദങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അർത്ഥം ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തരാം. ഓക്കെ? ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള വാക്കുകളായിരിക്കും അറിയാത്തത്. അപ്പോൾ നിങ്ങൾ അറിയിക്കുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ? അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഷാസ് ഓൺലൈൻ ട്യൂഷൻ സെൻറ്ററിൽ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക 8075324835. ഓക്കെ? താങ്ക് യു.